കാർഷിക വാർത്തകൾ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ബസുമതി ഇതര അരി നിരസിക്കുന്നത് തുടരുന്നു. അനുവദനീയമായതിലും ഉയർന്ന കീടനാശിനിയുടെ സാന്നിധ്യമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. 2020-നും 2024-നും ഇടയിൽ ഇന്ത്യൻ ചരക്കുകൾ ഒഴിവാക്കിയത് 3-ൽ നിന്ന് 37 വർദ്ധിച്ചു. എന്നാൽ പാകിസ്ഥാനിലെ ബസുമതി ഇതര അരിച്ചാക്കുകൾ നിരസിക്കപ്പെട്ടതിന്റെ എണ്ണം 2020-ൽ 54-ൽ നിന്ന് 2024-ൽ ഇത് 2 കുറഞ്ഞുവെന്ന് വ്യവസായ വൃത്തങ്ങൾ പറഞ്ഞു. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന അരിച്ചാക്കുകൾ അഫ്ലടോക്സിൻ കീടനാശിനിയുടെ സാന്നിധ്യം മൂലം നിരസിക്കപ്പെട്ടിട്ടില്ലെന്നാണ് അടുത്തിടെ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചത്. കാർഷിക, സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ ഡാറ്റ പ്രകാരം ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ-ഡിസംബർ കാലയളവിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കുള്ള ബസുമതി ഇതര അരിയുടെ കയറ്റുമതി 47,888 ടണ്ണായിരുന്നു. അതേസമയം 2023-24 സാമ്പത്തിക വർഷം ഇത് 65,770 ടണ്ണായി മാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെല്ല് സംഭരണത്തിന് 353 കോടി രൂപ അനുവദിച്ച കേരളം. ഇതോടെ സംസ്ഥാന ബജറ്റിൽ നെല്ല് സംഭരണത്തിനായി വകയിരുത്തിയ മുഴുവൻ തുകയും അനുവദിച്ചതായി ധനകാര്യ വകുപ്പ് അറിയിച്ചു. കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 352.50 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നെല്ല് സംഭരണ ചുമതലയുള്ള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് തുക അനുവദിച്ചത്. ഈ വർഷം നേരത്തെ 2 തവണയായി 225 കോടി രൂപയും അനുവദിച്ചിരുന്നു. ഇതോടെ നെല്ല് സംഭരണത്തിന്റെ ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ വകയിരുത്തിയ 577.50 കോടി രൂപയും അനുവദിച്ചതായി ധനകാര്യമന്ത്രി അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനം അടിയന്തരമായി തുക ലഭ്യമാക്കിയത്. കേന്ദ്രത്തിന്റെ താങ്ങുവില ചരക്കുകൂലി സഹായത്തിൽ 835 കോടി രൂപ കുടിശ്ശികയാണ്. 2017 മുതലുള്ള കുടിശ്ശിക തുകയാണിത്. കേരളത്തിൽ PRS വായ്പാ പദ്ധതിയിൽ കർഷകന് നെൽവില ബാങ്കിൽ നിന്ന് ലഭിക്കും. പലിശയും മുതലും ചേർത്തുള്ള വായ്പാ തിരിച്ചടവ് സംസ്ഥാന സർക്കാർ നിർവഹിക്കും. കർഷകന് നൽകുന്ന ഉൽപാദന ബോണസിന്റെയും വായ്പാ പലിശയുടെയും ബാധ്യത സംസ്ഥാന സർക്കാരാണ് തീർക്കുന്നത്. ഇതിലൂടെ നെല്ല് ഏറ്റെടുത്താൽ ഉടൻ കർഷകന് വില ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. വായ്പാ ബാധ്യത കർഷകന് ഏറ്റെടുക്കേണ്ടി വരുന്നതുമില്ല. കേരളത്തിൽ മാത്രമാണ് നെൽകർഷകർക്കായി ഇത്തരമൊരു പദ്ധതി നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കെ അഗ്രിടെക് ലോഞ്ച് പാഡിന് കാർഷിക കോളേജിൽ തുടക്കമായി. കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകളും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വെള്ളയാണി കാർഷിക കോളേജിൽ ആരംഭിക്കുന്ന കെ അഗ്രിടെക് ലോഞ്ച് പാഡ് പദ്ധതിയുടെ ലോഗോ അനാച്ഛാദനവും ഉദ്ഘാടനവും കാർഷിക മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകളും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. കാർഷിക സർവകലാശാലയും നബാർഡും വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിളവെടുപ്പിന് ശേഷമുള്ള ഭീമമായ നഷ്ടം നികത്തിക്കൊണ്ട് കാർഷിക മേഖലയുടെ വികസനത്തിനായി നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സ്റ്റാർട്ടപ്പുകളെയും കർഷക സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിലൂടെ കർഷകരുമായി ആത്മബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ചുവടുവെപ്പായി ഈ പദ്ധതി മാറുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. നബാർഡിന്റെ ഗ്രാമീണ ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ പദ്ധതിയായി 2025 മുതൽ 5 വർഷത്തേക്ക് 1457.50 ലക്ഷം രൂപയാണ് ഇതിന് വകയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെളിച്ചെണ്ണ വില ഉയരുന്നു. നേട്ടമായത് കഴിഞ്ഞ മാസം ഭക്ഷ്യ എണ്ണ ഇറക്കുമതിയിലുണ്ടായ ഇടിവ്. ഭക്ഷ്യ എണ്ണ ഇറക്കുമതിയിൽ കഴിഞ്ഞ മാസം സംഭവിച്ച കുറവ് വെളിച്ചെണ്ണയുടെ റെക്കോർഡ് കുതിപ്പിന് വേഗത പകർന്നു. ഫെബ്രുവരിയിൽ പാമോയിൽ ഇറക്കുമതിയിൽ 25% കുറഞ്ഞത് നാളികേരോൽപ്പന്നങ്ങൾക്ക് നേട്ടമാകുകയായിരുന്നു. 3.73 ലക്ഷം ടൺ പാമോയിൽ ഇറക്കുമതിയാണ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത്. 2024 ഫെബ്രുവരിയിൽ ഇറക്കുമതി 4.97 ലക്ഷം ടണ്ണായിരുന്നു. രാജ്യത്തെ മൊത്ത ഭക്ഷ്യ എണ്ണ ഇറക്കുമതി 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് നീങ്ങിയത് ഇതര ഭക്ഷ്യ എണ്ണയുടെ മുന്നേറ്റത്തിന് വഴിതെളിച്ചത് എണ്ണക്കുരു കർഷകർക്ക് ഉയർന്ന വില സ്വന്തമാക്കാനുള്ള സാഹചര്യമൊരുക്കി. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില കിൻഡലിന് 700 രൂപ വർദ്ധിച്ച് സർവകാല റെക്കോർഡ് വിലയായ 23,600 രൂപയിലും കൊപ്ര 15,700 രൂപയിലും വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബജറ്റിൽ കാർഷിക മേഖലയ്ക്കുള്ള വിഹിതത്തിൽ 8% വർധന പ്രഖ്യാപിച്ച തമിഴ്നാട്. വരുമാന വർധനവിനൊപ്പം വിള വൈവിധ്യവൽക്കരണം, കർഷക ക്ഷേമ പ്രോത്സാഹനം എന്നിവയിൽ ശ്രദ്ധയൂന്നിയത് ബജറ്റ്. 2025-26 കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമുള്ള മൊത്തം വിഹിതം 8% വർദ്ധിപ്പിച്ച് തമിഴ്നാട് 5ാമത്തെ പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. മുൻവർഷത്തെ 42,282 കോടി രൂപയിൽ നിന്ന് 45,661 കോടി രൂപയാണ് സംസ്ഥാനം വകയിരുത്തിയത്. 2025-26 കാർഷിക ബജറ്റ് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വിള വൈവിധ്യവൽക്കരണം, ജൈവകൃഷി,
യന്ത്രവൽക്കരണം, പോഷകാഹാര സംരംഭങ്ങൾ എന്നിവയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതികൾക്ക് പ്രത്യേക മുൻഗണനയും നൽകുന്നുണ്ട്. 2019-2020 146.77 ലക്ഷം ഏക്കറിൽ നിന്ന് 2023-24 151 ലക്ഷം ഏക്കറായി സംസ്ഥാനത്തെ മൊത്തം വിളവിസ്തൃതി വർദ്ധിച്ചു. ഉൽപാദനക്ഷമതയിലും സംസ്ഥാനം ഗണ്യമായ പുരോഗതി കൈവരിച്ചു. സംസ്ഥാനം റാഗി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തും ചോളം, എണ്ണക്കുരുക്കൾ, കരിമ്പ് എന്നിവയിൽ 2-ാം സ്ഥാനത്തും നിലക്കടല, ചെറുപയർ എന്നിവയിൽ ദേശീയ തലത്തിൽ 3-ാം സ്ഥാനത്തുമെത്തി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.